ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഐരൂത്തറ ശോശാമ്മ മണിമലയാറിലെ ഒഴുക്കിൽപ്പെട്ടത്. അയൽക്കാരിയും കൂട്ടുകാരിയുമായ അന്നമ്മയും ഒപ്പമുണ്ടായിരുന്നു. അന്നമ്മ പിന്നീട് ഒന്നും നോക്കിയില്ല. ശോശാമ്മയെ രക്ഷിക്കാനായി പുഴയിലേക്ക് എടുത്തു ചാടി. മുടിയിലും കയ്യിലും പിടിച്ച് ഒരുവിധം കരയ്ക്കെത്തിച്ചു. സ്കൂൾ ജീവിതം കഴിഞ്ഞ് ശോശാമ്മ വിദേശത്ത് നഴ്സായി. അന്നമ്മ വിവാഹിതയായി മണ്ണാർക്കാട് പുല്ലിശ്ശേരിയിലേക്ക് വന്നതോടെ ആ സുഹൃത്ത് ബന്ധം മുറിഞ്ഞു. മണിമലയാറിന്റെ ഓളങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ അന്നമ്മയെ കാണണമെന്ന ആഗ്രഹം ശോശാമ്മയ്ക്ക് പലപ്പോഴും ഉണ്ടായി. ശോശാമ്മ നാട്ടിലെത്തിയപ്പോൾ അന്നമ്മയുടെ സഹോദരനിൽ നിന്നും ഫോൺ നമ്പർ വാങ്ങി വിളിച്ചു. അങ്ങനെ അവിടെ തന്നെ വിളിച്ചു. വീട്ടിൽ പോയിട്ട് അങ്ങനെയാണ് സംഭവം. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും വിളിയായി. രണ്ട് ഉറ്റ സുഹൃത്തുക്കളുടെ സമാഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ. വളരെ വലിയ ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ ഓഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, അല്ലേ? പലപ്പോഴും ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ജീവിതയാത്രയിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ടാവും. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായവുമായി കടന്നു വന്ന ആളുകൾ പിന്നീട് ജീവിത തിരക്കുകൾക്കിടയിൽ അവർ കാലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്കൊക്കെ മാറിപ്പോവുകയും പിന്നീട് ആ പഴയ നല്ല ഓർമ്മകളെക്കുറിച്ചുള്ള ചിന്തയിൽ അവരൊക്കെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും പലർക്കും കണ്ടുമുട്ടാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു സഹോദരി പുഴയിലൂടെ, മണിമലയാർ പുഴയിലൂടെ ഒലിച്ച് മരണത്തിന് മുഖാമുഖം കാണുന്ന സമയത്ത് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന ഒരു ഇടപെടലാണ് ഈ അടുത്ത് പത്രത്തിൽ കണ്ടല്ലേ. ഈ അടുത്തൊരു വാർത്ത, ചെറിയൊരു കുട്ടി കുഞ്ഞ് ചാടി കിണറ്റ് ചാടിയപ്പോൾ വേഗം എടുത്ത് ചാടി കുഞ്ഞിനെയും പിടിച്ച് പിന്നെ മോട്ടറിൻ്റെ പൈപ്പിൽ പിടിച്ച് നിന്ന് രക്ഷപ്പെടുത്തിയതൊക്കെ. അതൊരു പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന ആളുകളെ രക്ഷിക്കാൻ കാണിക്കുന്ന ഒരു വ്യത അത് നമുക്കുണ്ടാകണം എല്ലാ വിഷയങ്ങളിലും. അതോടൊപ്പം ബന്ധങ്ങൾ അത് മുറിഞ്ഞു പോകാതിരിക്കാനും ആ ബന്ധങ്ങൾ പിന്നെ സ്ഥാപിക്കാനും അത് ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു കുളിർമയും അതൊക്കെ എല്ലാവരും നേടിയെടുക്കണമെന്നാണ് ഇന്നത്തെ ചിന്തയിൽ നമുക്ക് കിട്ടിയൊരു പാഠം. തീർച്ചയായും ഇവിടെ ഒരുപാട് ഇപ്പോൾ കുറഞ്ഞ സെക്കൻഡുകളാണ് ഈ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടത്. പക്ഷെ അതിലൊരുപാട് മെസ്സേജുകളുണ്ട്. ഒന്ന്, സ്വന്തം ജീവൻ പോലും ഒരു പക്ഷേ പണയം വെച്ചിട്ടായിരിക്കും ആ പുഴയിലേക്ക് എടുത്തു ചാടുന്നത്. അത് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താ? ഇപ്പോൾ ഖുർആൻ തന്നെ പറയാണ്, നിങ്ങൾ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതുപോലെ ജമിയ. അതേപോലെ ജീവിത പ്രതിസന്ധികളിൽ, ഇതിപ്പോൾ പുഴയിൽ അകപ്പെട്ടതാണ്, അതേപോലെ ഒരുപാട് പല തരത്തിലുള്ള പ്രയാസങ്ങളിൽ പിന്നെ ഇടപെട്ട് അതിൽ പരിഹാരം ഉണ്ടാക്കി കൊടുത്ത അനുഭവങ്ങൾ ഇവിടെ ശ്രോതാക്കൾക്ക് പറയാനുണ്ടാവും, നമുക്ക് പറയാനുണ്ടാകും. ഈ ഫക്കീറുകൾ കാര്യങ്ങൾ ചോദിക്കും, എനിക്ക് പ്രശ്നമാണ്, പിന്നെ എനിക്ക് വേണം. പക്ഷെ മിസ്കീനുകൾ, ജീവിത പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു കൂട്ടമാണ് മിസ്കീൻ. അവർ പറയില്ല. അത് നമ്മുടെ അയൽപക്കത്തോ നാട്ടിലോ ഉണ്ടെങ്കിൽ നമ്മൾ തേടിപ്പിടിച്ച് ആരുമറിയാതെ അവരെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു അവരോട് വലിയ കരുണ കാണിക്കും. കാരണം ജനങ്ങളറിയില്ല, പിന്നെ ആരും അറിയുന്നില്ല, ഈ ആൾ പറയുന്നില്ല. ഇത് തേടിപ്പിടിച്ച് അവരെ പിന്നെ സഹായിക്കുക എന്നുള്ളത് ഇതൊക്കെ നമ്മൾ ഒരു ജീവിത ചര്യയാക്കേണ്ട സംഗതികളാണ്. പല ആളുകളെയും ചരിത്രം നമുക്കറിയാം. മരിച്ചു പോകുമ്പോൾ അവരെ പിന്നെ അയാൾ മരിക്കുമ്പോഴാണ് അറിയുക ഒരുപാട് കുടുംബങ്ങൾ അയാൾ പോറ്റിയിരുന്നു എന്ന്. അതുവരെ നാട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ നിർവഹിക്കണമെന്ന് ഇത്തരം ചിന്തകളിൽ നിന്ന് നമുക്ക് പാഠം ലഭിക്കുന്നുണ്ട്. ഈ പുഴയിൽ നിന്ന് രക്ഷപ്പെട്ട സഹോദരി പിന്നീട് ഒരാൾ ഇടുക്കിയിൽ നിന്ന് മണ്ണാർക്കാടെത്തി, അവരുടെ ബന്ധങ്ങൾ അകന്നു പോയി. ഒരാൾ വിദേശത്ത് ജോലിയിലായി. ജോലിക്ക് ശേഷം പിന്നീട് അവരെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ അതിയായ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ജീവിതത്തിൽ സഹായം ചെയ്ത ഒരാളെ കാണണം എന്നുള്ള. അങ്ങനെ പലരുണ്ട്. പിന്നെ അതിനവർക്ക് അവസരം കിട്ടുകയും ഫോൺ നമ്പറിലൂടെ ആ വിളിച്ച ശബ്ദം പോലെ നമ്മൾ കേട്ടു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവർ സംഗമിച്ച ആ വിളിയുടെ ആ സംസാരം കൂടി ആ വോയിസിൽ നമ്മൾ കേട്ടു. അപ്പം അതേപോലെ നാൾ പത്രത്തിലുണ്ടായിരുന്നു ഒരാൾ, പിന്നെ പത്രത്തിലൊരു പരസ്യം കൊടുത്തിരിക്കുകയാണ്. അതായത് അയാളുടെ പിതാവ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അയാളുടെ പിതാവ് കടം വാങ്ങിയ ഒരു ഇടപാടിൻ്റെ ഒരു വിഷയം. പിന്നീട് അയാൾ മരണപ്പെട്ടു പോയി. അയാളുടെ മകൻ ആ പിതാവ് കടം വീട്ടാൽ ആളെ പിന്നെ അയാൾക്കറിയില്ല അവിടുത്തുകാരൻ എങ്ങനെയാണെന്നുള്ളൊരു ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. അയാൾ പത്രത്തിലൊരു പരസ്യം കൊടുക്കുകയാണ്, നോട്ടിഫിക്കേഷൻ, ആ കടം വീട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ പിതാവിൻ്റെ കടം
വീട്ടാൻ വേണ്ടിയിട്ട്. അതായത് പിന്നീട് അതിൻ്റെ അത് അവർ തമ്മിൽ കണ്ടുമുട്ടിയെന്നും പിന്നെ അതിൻ്റെ ഒരു അനന്തര സംഗതിയായി സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ അവിടെ കടം വീട്ടാൻ വേണ്ടി, പിതാവിൻ്റെ കടം വീട്ടാൻ വേണ്ടി ഒരിക്കലും പിന്നെ കിട്ടില്ല എന്ന് വിചാരിച്ച ഒരാളെ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടും അത് വീട്ടാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടും അതിലുള്ള വഴികൾ സ്വീകരിച്ചപ്പോൾ അത് തെളിഞ്ഞു വന്നു. പലരും രക്ഷപ്പെടാൻ അത് പിന്നെ വേണ്ടല്ലോ എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ആ ഒരു പിന്നെ ദീനീപരമായ മാർഗമുണ്ടല്ലോ, അത് അന്വേഷിച്ച് കണ്ടെത്തുക, ആ ബന്ധം സ്ഥാപിക്കുക. മാത്രമല്ല പിതാക്കളുമായി കുടുംബങ്ങളുമായുള്ള പിന്നെ ബന്ധങ്ങൾ അതും നമ്മൾ പുലർത്തിപ്പോരണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ്. ചിലർ ഇപ്പോൾ പിന്നെ അതായത് നമ്മളെ പിതാവിൻ്റെ കൂട്ടുകാരെ, പിന്നെ മാതാവിൻ്റെ കൂട്ടുകാരികളെ ഒക്കെ അവരുടെ കാലശേഷവും ആ ബന്ധം നിലനിർത്താൻ ഇസ്ലാം വളരെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ചിന്ത നമുക്ക് നൽകിയിട്ടുള്ളത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതേപോലെ ജീവിത പ്രയാസങ്ങളിൽ അകപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത്, അവിടെ ജാതിയും മതത്തിൻ്റെ ഒരു പരിഗണനയും നോക്കാതെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ്. സഹായിക്കുമ്പോൾ തിരിച്ച് സത്യത്തിലൊരു പ്രത്യുപകാരവും നമ്മൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അത് പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും ഒരാൾക്കും ഒരു നന്മയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പ്രതിഫലങ്ങൾ റബ്ബിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത നിലനിർത്താനും നിർവഹിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ സഹകരിച്ചവരെ കോർക്കാനും അവരോടുള്ള ബന്ധങ്ങൾ നിലനിർത്താനും ശ്രമിക്കണമെന്നുള്ള വലിയ പാഠമാണ് ഇന്നത്തെ ചിന്ത നമുക്ക് നൽകിയിട്ടുള്ളത്.